നെക്സ്റ്റ് ഈസ് പത്തനാപുരം. ഏത് എസ് അനിൽകുമാറും തമ്മിൽ മത്സരിക്കുന്ന ഇടമാണ്. ജ്യോതികുമാർ ചമക്കാല, കെബി ഗണേഷ് കുമാർ, എസ് അനിൽകുമാർ. ജ്യോതികുമാർ ചമക്കാല കഴിഞ്ഞ കേരളത്തിന്റെ ഉണ്ടാകട്ടെ, ഒരു കല്യാണം ഉണ്ടാകട്ടെ, ഒരു കുട്ടി ജയിക്കട്ടെ, ഒരു കുഞ്ഞ് ജയിക്കട്ടെ എന്താണെങ്കിലും അവിടെ തന്നെയാണ് വ്യക്തിപരം. നമ്മൾ ചർച്ചയ്ക്ക് വിളിക്കുന്ന സമയത്തെ പത്തനാപുരത്ത ചർച്ചകൾ വരാറില്ല. പത്തനാപുരത്ത് കേന്ദ്രീകരിക്കുന്ന ചർച്ചകൾ വരാറില്ല. അങ്ങനെ കൂടിയുണ്ട്. കേരളത്തിലെ KSRTC സ്വകാര്യവൽക്കരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഒറ്റ കാര്യം, ആര്യാടൻ ഷൗക്കത്തിൽ ലാസ്റ്റ് വാർത്താ സമ്മേളനത്തിൽ KSRTC സ്വകാര്യവൽക്കരിക്കലാണോ എന്ന ചോദ്യമുണ്ട്. നോക്കൂ, ഒരു നിമിഷം സാർ. KSRTC 1-ാം തീയതി ശമ്പളം കൊടുത്തു തുടങ്ങി. പറഞ്ഞത് ശമ്പളം കൊടുക്കാനുള്ള 500 പേരോ പുതിയ നിയമനം ഉണ്ടായിട്ടുണ്ടോ? സ്വിഫ്റ്റിലല്ലേ പുതിയ നിയമനം വന്നിരിക്കുന്നത്? ഒന്ന്, പിരിച്ചുവിട്ടിട്ടില്ല. KSRTC ഇനി ഒരു അടി മുന്നോട്ട് പോവില്ലെന്ന് പറഞ്ഞത് ആര്യാടൻ ഷൗക്കത്ത്. ലാഭത്തിലാക്കി മാത്രമേ ഉള്ളൂ. ശരി, MLA ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലം നോക്കിയ ആളും കൂടിയാണ്. സാധ്യത ട്രെൻഡ്. പത്തനാപുരം പോൾ ട്രെൻഡ്. LDF, UDF, LDF. കെബി ഗണേഷ് കുമാർ തന്നെ നിലനിർത്താൻ സാധ്യത. നല്ല മത്സരം അവിടെ. ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണ്. നന്നായിട്ട് മത്സരിക്കും. ഒരു കാര്യം അറിയോ, ഗണേഷ് കുമാറിനെ ഇത്രയും പറഞ്ഞതുകൊണ്ട് ജ്യോതി മോശമെന്നല്ല, നല്ല കാൻഡിഡേറ്റ്. മാത്രമല്ല കാര്യം എന്തറിയോ, ഈ കെബി ഗണേഷ് കുമാർ എങ്ങനെയാണോ ആർ ബാലകൃഷ്ണ പിള്ള കൊട്ടാരക്കര മണ്ഡലം നിലനിർത്തിയത്, സമാനമായ രീതിയിലാണ് പത്തനാപുരത്തെ പരിപാലിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. അതിനെ മറികടക്കാൻ നൈഷ പോറ്റിക്ക് പറ്റിയത് മറ്റൊരു സാഹചര്യത്തിലാണ്. അതിവിടെ ഇല്ല. മറ്റാരുണ്ട് LDF അല്ലാതെ?